ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്നത് മുട്ട വെച്ചിട്ടാണ് ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്നതെന്ന് പറയേയില്ല കേട്ടോ. അത്രക്കും പൊളി ടേസ്റ്റാണ്. ചിക്കൻ കറിയൊക്കെ അവിടെ നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 3 മുട്ട എടുത്തിട്ടുണ്ട്. ആ 3 മുട്ടയിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു ട്രേയിൽ ഓയിൽ തടവിയതിന് ശേഷം അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കന്നെ ഇത് നന്നായിട്ട് തന്നെ വെന്ത് വരും. ഇത് വെന്ത് വരുന്ന സമയത്ത് ഇതങ്ങ് പൊങ്ങി വരും കേട്ടോ ഈ രീതിയിൽ. പിന്നെ അതങ്ങ് പെട്ടെന്ന് അങ്ങ് താഴ്ന്നു പോകും കേട്ടോ. അതിനുശേഷം നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുത്തിട്ട് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ആവിക്ക് വേവിക്കുമ്പോൾ സ്റ്റീൽ പാത്രത്തിൽ ഏതിലെങ്കിലും വേവിച്ചെടുത്താലും മതി കേട്ടോ. ഇനി നമുക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കണം. 1/4 കപ്പ് തൈര്, അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുണ്ടല്ലോ, മുട്ടയുടെ പീസസ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റുന്നുണ്ട്. എന്നിട്ട് കുറച്ചൊക്കെ മസാല ഈ ഒരു പാത്രത്തിൽ ഉണ്ടാവുമല്ലോ, അതിലേക്ക് നമുക്ക് ഒരു സവാള ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതും അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ ക്യൂബ്സാക്കി കട്ട് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. ഇനി ഒരു പാൻ വെച്ച് ചൂടായിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു മസാല തേച്ചിട്ടുള്ള ഈ മുട്ട ചേർത്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരും. എന്നിട്ടൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. പിന്നെ ആ ഒരു സെയിം രീതിയിൽ തന്നെ നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കും സവാളയുണ്ടല്ലോ, അതും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ. അത് 2 മിനിറ്റ് കൊണ്ട് തന്നെ അതും ആയി കിട്ടും. എന്നിട്ട് അതും ആ ഒരു പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും 1 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള തക്കാളിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്, അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 6-7 അണ്ടിപ്പരിപ്പാട്ടോ എടുത്തിട്ടുള്ളത്. 8 9 10 നമുക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെയൊക്കെ റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഒന്നങ്ങ് തണുക്കാൻ മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ ഒരു പാനിലേക്ക് കുറച്ചുകൂടെ വെള്ളം, ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ആ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല ഫൈനായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി ആ സെയിം പാൻ ഒന്നുകൂടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു കറി വെളിച്ചെണ്ണയിൽ റെഡിയാക്കി എടുക്കരുത് കേട്ടോ. നമ്മൾ ചിക്കൻ ടിക്ക മസാലയൊക്കെ റെഡിയാക്കി എടുക്കില്ല, ആ രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. എഗ്ഗ് ടിക്ക മസാലയാണ്. അതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഒരു ഏകദേശം 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ട് അതും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റോളം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ ഇത്. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു മുട്ടയും അതേപോലെ സവാള ക്യാപ്സിക്കം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ഇതുപോലെ പൊടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത്, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഒരു ഐറ്റം കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സംഭവം സെറ്റ്. പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് പനീറിൻ്റെ കറിയൊക്കെ, പനീർ വെച്ചിട്ടുള്ള ടിക്ക മസാല അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും പക്ഷേ പനീറല്ല, നമ്മുടെ മുട്ടയാണ് കേട്ടോ. ഇത് ആരും അറിയില്ല ഇത് മുട്ട വെച്ചിട്ടുണ്ടാക്കിയ കറിയാണെന്ന്. അത്രയ്ക്കും പൊളി ടേസ്റ്റുമാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനും അതേപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരും ഫോളോ ചെയ്യാനും മറക്കല്ലേ.